തിയറീസ് ആയിരുന്നു. കാരണം ഇത് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ജസ്റ്റ് ഒരാളിങ്ങനെ ചോദിച്ചു, നമ്മളൊരു ബിഗിനർ ആയിട്ടുള്ള ഒരാളിങ്ങനെ ചോദിച്ചു, ഫ്രണ്ട് എൻഡ് എന്താണ്, ബാക്ക് എൻഡ് എന്താണ്, ഒരു ഡേറ്റാബേസ് എന്താണെന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ വരുമ്പോഴത്തേന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അപ്പം ഞാൻ ഓർത്തുന്ന ഈ ഒരു വീഡിയോ നമുക്കൊന്നൊരു ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ഡേറ്റാബേസ് എന്താണെന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു തിയറി പോലെ തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങളിപ്പം നമ്മളിപ്പം ഈ കാണുന്ന സ്ക്രീൻ, ഇപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന സ്ക്രീനാണ് ഫ്രണ്ട് എൻഡ് കേട്ടോ. അതായത് നമുക്ക് യൂസർ ഇൻട്രാക്ഷൻ നടത്തുന്ന ഏരിയാസാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ യൂസർ ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഫ്രണ്ട് എൻഡ് ഏരിയാസ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് മീൻസ് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഫേസ്ബുക്കിൻ്റെ നമ്മൾ കാണുന്ന ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഓക്കെ, അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മീൻസ് ഡെവലപ്പേഴ്സാണ്. ഓക്കെ, അവരെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ, ബിൽഡിംഗ്, യൂസർ ഇൻട്രാക്ഷൻ, UI ആൻഡ് UX കേട്ടിട്ടുണ്ടായിരിക്കും. UI UX അതായത് യൂസർ എക്സ്പീരിയൻസും യൂസർ ഇൻ്റർഫേസും എല്ലാം ബിൽഡ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സാണ് കേട്ടോ. ഇത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, വെബ് ആപ്ലിക്കേഷൻ, ഏതിൻ്റെയും ഇപ്പം മൊബൈൽ ആയിക്കോട്ടെ, ഇവരെല്ലാം ഫ്രണ്ട് എൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് HTML, CSS, JavaScript. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പണ്ട് പഠിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടായിരിക്കും. HTML സിമ്പിൾ സ്ക്രിപ്റ്റ് ആണല്ലേ. നമുക്കൊരു ഫ്രണ്ട് എൻഡ് സിമ്പിൾ, ഇപ്പോൾ 10ാം ക്ലാസ്സിലുമ്പോൾ എനിക്കൊന്ന് നമുക്ക് 10ലും 9ലും എങ്ങനെയോ തോന്നുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് HTML നമ്മൾ എന്ന സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാറില്ലേ. ഓക്കെ, അത് നമ്മളെ ഈ ഒരു ഫ്രണ്ട് എൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് HTML കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, സിമ്പിൾ ലാംഗ്വേജാണ്. ഓക്കെ, അതിനകത്ത് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് CSS, കാസ്കേഡിങ് സെയിൽ സിസ്റ്റം എന്ന് പറയും. അതും നമ്മൾ ഈ പറഞ്ഞ ഓടിക്കളിക്കുന്ന രീതി, അതായത് ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത്. നമ്മളിപ്പം ഈ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ, ആമസോണൊക്കെ ആകുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്ത് വരുന്ന രീതിയും, അതുപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ എഫക്ട്സുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ CSS ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ JavaScript, ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും JavaScript. ഓക്കെ, JavaScripറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ ചെയ്തു തരാം. ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ. എക്സാമ്പിൾ, ഇമാജിൻ യു ആർ എ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഓക്കെ, യു ആർ ഓൺ എ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ പ്രൊഡക്ട്സ്, ഇമേജ്, ടൈറ്റിൽ, പ്രൈസ്, ഇതെല്ലാം നമ്മൾ HTML ആയിരിക്കും ചെയ്തേക്കുന്നത്. പ്രൈസ് യൂസിങ് HTML. നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പോലെ കൊടുത്തേക്കാണ്. HTML ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ലേഔട്ട് ഓഫ് ദ പേജ്. ആ പേജിൻ്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആണ്. അത് ചെയ്യുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം കാണാനല്ലേ. ഒരു മോശമായിട്ടുള്ള, ഇപ്പം നിങ്ങളിപ്പം ഫസ്റ്റ് ടൈം കാണുന്നൊരു ഇതാണെങ്കിൽ അപ്പം അതൊരു അട്രാക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ CSS ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇമേജസ്, പ്രൈസ്, അപ്പിയേഴ്സ്, സ്റ്റൈൽഡ് യൂസിങ് CSS യൂസ് ചെയ്ത് നമ്മൾ സ്റ്റൈൽ ചെയ്യും. പിന്നെ ഉള്ളതാണ് when you click add button to cart, when you click the add to cart button, JavaScript handle the process of showing a confirmation and updating യുവർ കാർഡ് നമ്പർ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റ് കാർട്ടിലോട്ടൊക്കെ ഇടുന്ന സമയത്ത് JavaScript ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഇതൊക്കെ ഒരു നിങ്ങളൊരു വെബ്സൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. അതിനകത്ത് നമുക്ക് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ കാണാൻ പറ്റും, JavaScript ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇതാണ് മെയിനായിട്ട് വരുന്നൊരു ഏരിയ. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് JavaScripറ്റിന് തന്നെ പല ഫ്രെയിം വർക്കുകളുണ്ട്, ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കുകളുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. React.js, ഓക്കെ, Angular, Vue.js കേട്ടിട്ടുണ്ടായിരിക്കും. അത് സിമ്പിളാണ്, അത് അതിൻ്റെ ഫ്രെയിം വർക്കുകളാണ് കേട്ടോ, JavaScripറ്റിൻ്റെ ഫ്രെയിം വർക്കുകളാണ്. ഇപ്പോൾ React.jsലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്കൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് React.jsലാണ്.
ഇറ്റ്സ് എ ക്രിയേറ്റിംഗ് ആൻഡ് ഡൈനാമിക് യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, ഒരു ഡൈനാമിക് ആയിട്ട് യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ആംഗുലർ എന്ന് പറഞ്ഞ ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഗൂഗിളിൻ്റെ ടൂളാണ് കേട്ടോ അത്. പിന്നെ ഈ റിയാക്ട് ജെഎസും ഫേസ്ബുക്കിൻ്റെയാണ്. ഇവരുടെ എല്ലാം ഓൺ ടൂൾ ഇവർ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റിയാക്ട് ജെഎസിൽ തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ മിക്ക പരിപാടി നടക്കുന്നത്. ഓക്കെ, പിന്നെ Vue.js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ്, അതൊരു ലൈറ്റ് വെയ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൽ തന്നെ റിയാക്ട് ഡെവലപ്പർ കാണും, റിയാക്ട് ജെഎസ് കാണും, നോഡ് ജെഎസ് കാണും. നോഡ് ജെഎസിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാം, ബാക്ക് എൻഡിൽ യൂസ് ചെയ്യാം നോഡ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് എൻഡാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റിൽ ഫ്രണ്ട് എൻഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ കാർട്ടിൽ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നടക്കണം, ഡീറ്റെയിൽസ്, നമ്മൾ ഓർഡർ ഡീറ്റെയിൽസ് നടക്കണം, ഓർഡർ സമ്മറി നടക്കണം. ഇതെല്ലാം ബാക്ക് എൻഡും ബാക്കിയുള്ള കാര്യങ്ങളും വേണം അല്ലേ? അപ്പോൾ ഫ്രണ്ട് എൻഡ് കൊണ്ട് മാത്രം ഒരു വെബ്സൈറ്റ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആണ് നമ്മൾ ബാക്ക് എൻഡിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണാൻ പറ്റുന്ന സർവീസുകളാണ്, അതായത് നമുക്ക് യൂസർ ഇൻട്രാക്ഷൻ നടക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയാസാണ് ഫ്രണ്ട് എൻഡിൽ നടക്കുന്നത്. പക്ഷേ ബാക്ക് എൻഡിലെ ഏരിയാസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പറയാം. കാരണം ബാക്ക് എൻഡിലാണ് മെയിനായിട്ട് ഓതൻറ്റിക്കേഷൻ, അങ്ങനത്തെ പ്രോസസ്സുകൾ, ഓതറൈസേഷൻ, ഡേറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഡേറ്റാബേസോട് ഇത് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ വരുവാണെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് ഓഫ് ഒരു വെബ്സൈറ്റിൻ്റെ ഫേസാന്ന് പറയാം. പക്ഷേ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മളതിനെ പറയുന്നത് ബ്രെയിൻ എന്നാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് എൻജിൻ. ഓക്കെ, ബ്രെയിനോ അല്ലെങ്കിൽ എൻജിനായിട്ടോ നമുക്ക് അതിനെ ഇത് ചെയ്യാം. കാരണം നമ്മുടെ ഒരു ഡേറ്റ ഇറ്റ്സ് ഹാൻഡിലിംഗ് ലോജിക്കൽ പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ സ്റ്റോറേജ് ദാറ്റ് യൂസേഴ്സ് നെവർ ഡയറക്ട്ലി സീ ബട്ട് റിലൈസ് ഓൺലി എവറി ടൈം വിൽ ബി ഇൻട്രാക്ട് വിത്ത് വെബ്സൈറ്റ് ഓർ ആപ്പ്. ഓക്കെ, നമ്മളെപ്പോഴും ബാക്ക് എൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ കയറിയാൽ തന്നെ അവിടെ നിങ്ങൾ ബാക്ക് എൻഡായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി നടത്തുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നതും ലോജിക്കൽ പ്രോസസ്സിങ് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പ്രോസസ് റിക്വസ്റ്റിംഗ്, മാനേജിങ് ഡാറ്റ, ബിസിനസ് ലോജിക്. ഞാൻ ഈ PPT നിങ്ങൾക്ക് ആ ലിങ്കായിട്ട് താഴെ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതായത് ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സുകൾ മെയിനായിട്ട് ചെയ്യുന്ന വർക്കാണ് പ്രോസസ്സിങ് റിക്വസ്റ്റ്. നമുക്കൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നതും, നമ്മൾ സബ്മിറ്റ് ബട്ടൺ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മെനു ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ഓർ സബ്മിറ്റ് ഓർ എ ഫോം ഓൺ ദ ഫ്രണ്ട് എൻഡ്, ദ ബാക്ക് എൻഡ് റിസീവ് ദ റിക്വസ്റ്റ് ആൻഡ് ഡിസൈഡ് വാട്ട് ടു ഡു. നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് ക്ലിക്കാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക, ആ പോസ്റ്റിൽ ഇത് പോസ്റ്റാണോ എന്താണ് ചെയ്യണമെന്നുള്ളത് ബാക്ക് എൻഡിലാണ്. ഈ ബാക്ക് എൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ബാക്ക് എൻഡിൽ നമുക്കത് റിസീവ് ചെയ്തിട്ട് ബാക്ക് എൻഡ് മനസ്സിലാവും. നിങ്ങൾ പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആ പോസ്റ്റിനനുസരിച്ചുള്ള കോഡായിരിക്കും അവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ ബാക്ക് എൻഡിലൊക്കെ നടക്കുന്ന പരിപാടി, പ്രോസസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജിങ് ഡാറ്റ, പിന്നെ ബിസിനസ് ലോജിക്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ബിസിനസ് ലോജിക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ചെക്ക് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന, നമുക്ക് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നവരാണ് ബാക്ക് എൻഡാണ്. ഓക്കെ, ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ആണ് കേട്ടോ. അതായത് നോഡ് ജെഎസ്, ഞാൻ നേരത്തെ പറഞ്ഞു നോഡ് ജെഎസ്, പൈത്തൺ, റൂബി, PHP, ജാവ സ്ക്രിപ്റ്റ് അല്ല, ജാവയാണ്. ഓക്കെ, ജാവ എന്തിനാണ് മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ഗെയിമിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ജാവ പവർഫുൾ ആണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ജാവ. ഓക്കെ, അപ്പോൾ പൈത്തണിൽ തന്നെ നമുക്ക് കുറേ ഫ്രെയിം വർക്കുണ്ട്, ജാങ്കോ, ഫ്ലാസ്ക്, അങ്ങനെ കുറേ ഫ്രെയിം വർക്കുകൾ ഇതിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡേറ്റാബേസ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഡേറ്റാബേസിനെ കുറിച്ച് ഏകദേശം അറിവുണ്ടായിരിക്കും. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ഞാൻ എന്ത് കൊടുത്താലും അത് പോയി സേവ് ആവണം അല്ലേ? സേവ് ആണെങ്കിൽ അതിനൊരു ഡേറ്റ, അല്ലെങ്കിൽ സേവ് ആണെങ്കിൽ ഒരു മെമ്മറി വേണം, ഒരു സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഫോണിൽ ഒരു വീഡിയോ എടുത്തു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ പോയി മെമ്മറി പോയി സേവ് ആവണം അല്ലേ? അത് മെമ്മറിയിൽ. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും അതിനൊരു ഡേറ്റാബേസ് ബിൽഡ് ചെയ്യണം. ഈ ഡേറ്റാബേസിനെയാണ് നമ്മൾ
ഈ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ഡേറ്റാബേസിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ യൂസർ നെയിം പാസ്വേഡും കൊണ്ട് സേവ് ചെയ്ത് വെക്കുന്നത് ഈ DBയിലാണ്. ഓക്കെ, അത് കണക്ട് ചെയ്തേക്കുന്നത് ബാക്ക് എൻഡിലാണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തു ഫ്രണ്ട് എൻഡ് വെച്ച്, ബാക്ക് എൻഡിൽ അത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബാക്ക് എൻഡിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ DB പോയിട്ട് ആ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണെന്ന് നോക്കും. എന്നിട്ട് തിരിച്ച് ഓക്കെ ആണെങ്കിൽ അത് വന്നിട്ട് വെരിഫിക്കേഷൻ ബാക്ക് എൻഡ് ഓക്കെ ആണെന്ന് മനസ്സിലാവും. നേരെ അത് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് പെർമിഷൻ ചെയ്ത് തരും. അതാണ് നമുക്ക് ഇതിൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് എൻഡിൽ. ഇവിടെ ഡേറ്റാബേസ് എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് പറയുന്നത്. സ്റ്റോറിങ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓർഗനൈസിങ് ഡാറ്റ, റിട്രീവിങ് ഡാറ്റ. അതായത് ഈ ഒരു ഡാറ്റേനെ ചുമ്മാ നമ്മൾ വിചാരിക്കും യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡും ചുമ്മാ സേവ് ചെയ്യുമല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിൾ ബേസ് നമ്മളൊരു ടേബിൾ വരച്ച് സേവ് ചെയ്യത്തില്ല, മീൻസ് എഴുതി വെക്കൂല. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം, ക്ലാസ് ഏതാണ്, പഠിക്കുന്ന ഇപ്പം അതിൽ ഡിവിഷൻ ഏതാണ്, നമ്മൾ ഒരു കോളം ബൈ കോളം ചെയ്യത്തില്ലേ, അതേപോലെ ഒരു ടേബിൾ ബേസ്ഡ് ആണ് ഇവിടെയും ചെയ്ത് വെച്ചേക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. മെയിൻ ആയിട്ടുള്ള DB, നമ്മൾ ഈ ഡേറ്റാബേസിനെ അല്ലെങ്കിൽ DBനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. റിലേഷണൽ ഡേറ്റാബേസ് എന്നും നോൺ റിലേഷണൽ ഡേറ്റാബേസ് എന്നും പറയുന്നുണ്ട്. റിലേഷണൽ ഡേറ്റാബേസ് ആണ് SQL ലാംഗ്വേജ് യൂസ് ചെയ്ത് വരുന്നത്. അതായത് MySQL, PostgreSQL, പിന്നെന്താണ് റിലേഷനിൽ തന്നെ കുറച്ചുകൂടെ 2-3 വരുന്നുണ്ട്. പിന്നെ നോൺ റിലേഷൻ DB എന്ന് പറയുന്നതാണ് MongoDB, ഫയർബേസ്, കസാൻഡ്ര അങ്ങനത്തെ DBs ഒക്കെയാണ് ഈ പറഞ്ഞ NoSQL DBs എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നോൺ റിലേഷണൽ DBs എന്ന് പറയുന്നത്. നോൺ റിലേഷണൽ DBs ആണ് ശരിക്കും കൂടെ സൈബർ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും നമുക്കത് പൊളിച്ചെടുക്കാൻ വേണ്ടി. ബൈപ്പാസ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പം പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൻക്വയറി അല്ല, ഒരു ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് വന്നാൽ വീഡിയോ ഇട്ടേക്കാം. ഇൻ കേസ് ഇനി ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പൊക്കോട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ ബിഗിനേഴ്സിന് നമുക്കത് ജസ്റ്റ് അത് കോംപ്രമൈസ് ചെയ്ത് പോകാമല്ലോ ആ ഒരു ഏരിയ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഏതെങ്കിലും ഏരിയാസ് ബാക്കിനെ കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ MySQL ഇപ്പോൾ ഡേറ്റാബേസിനെ കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ ഡേറ്റാസ് ഇതിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി. നമുക്കത് നെക്സ്റ്റ് ഇതിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിലായിരിക്കും ഇപ്പോൾ 2-3 ദിവസമായിട്ട്, ഇപ്പം കുറച്ച് നാളായിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും അതിൽ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പം റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ അതിൽ ഇപ്പം വേക്കൻസീസ് ആയിക്കോട്ടെ, ജോബ് വേക്കൻസി ആയിക്കോട്ടെ, ഇപ്പം നിലവിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ നടക്കാനാണെങ്കിൽ അതിലുള്ള ജോബ് വേക്കൻസീസ് ആയിക്കോട്ടെ, നമ്മളിതെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പൂൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിലോട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആക്കി തരാം. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.